ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി കണ്ടാലോ. നമ്മൾ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല, ഒരുപാട് സമയവും ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പി ആട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് വെളിയിലോട്ട് പോകാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്കിതാ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയായിട്ട് എടുത്തിട്ടുള്ള കുഞ്ഞുള്ളി, ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ചെറുതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ ഉള്ളിയുടെ ടേസ്റ്റ് ഒക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഞാൻ നമ്മൾ ഈ കറിക്കേ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മതിയാട്ടോ, നമ്മളൊരു കൈപ്പൊടിയിൽ ഒതുങ്ങുന്ന രീതിക്കുള്ള മാത്രം മതിയാവും. ഇതിലേക്ക് നമുക്ക് 3 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളക് കേട്ടോ. അപ്പോൾ ഈ ഒരു കറിക്ക് നല്ല എരിവൊക്കെ ആവശ്യമുണ്ടെങ്കിൽ 2 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളൂ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മല്ലിയില കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും ഇട്ട് കൊടുക്കണം. ഈ ഒരു മല്ലിയുടെ ടേസ്റ്റ് കേട്ടോ ഈ റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് ഇതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി നമുക്കിതാ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ, അരച്ചെടുക്കരുത്. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്താൽ മതിയേ. വെള്ളമൊന്നും ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് തന്നെ എടുക്കുക. നന്നായിട്ട് അരഞ്ഞ് പോയിട്ട് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കിട്ടണം കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തൈരാട്ടോ. നല്ല പുളിപ്പുള്ള നല്ല കട്ട തൈര് നമുക്ക് 2 കപ്പ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളിപ്പം ഈ ഒരു 2 കപ്പ് തൈരിനുള്ളതാട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ആ ഒരു കുഞ്ഞുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ആ 2 കപ്പ് തൈരിന് ആവശ്യമായിട്ടുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പം നമ്മൾ തൈര് എടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല കട്ട തൈരും നല്ല പുളിയുള്ള തൈര് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് വേറൊന്നും ചേർക്കുന്നില്ല. ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിത് ആ ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതിന് കൂടുതൽ 1/4 ടീസ്പൂൺ കളറിന് വേണ്ടി മാത്രമായിട്ട് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇതിങ്ങനെ മിക്സ് ആയിട്ട് വന്നോളും. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. ഒന്ന് സൈഡൊക്കെ ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഒരുപാട് സമയം വെക്കേണ്ടിയില്ല. ഇതൊന്ന് തിളച്ചൊന്ന് തുടങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്തിന് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ തൈര് കറി റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു കറിയായിട്ട് നല്ല ടേസ്റ്റ് തോന്നിയത്. അപ്പോൾ ഇതൊന്ന് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. 5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിതാ തുറന്ന് നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരട്ടെ ഈ സമയത്ത്. അപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ ഒക്കെ ഈ ഒരു കറി മാത്രം മതി കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ട് രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു തൈര് കറി കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലേ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായി നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ, താങ്ക് യു.